ഞാൻ ഗന്ധർവൻ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിക്കുമെന്നുള്ളത് പത്മരാജനും ഗുഡ് നൈറ്റ് മോഹനും വിശ്വസിച്ചിരിക്കുകയും ചെയ്തത്. പക്ഷേ തിയേറ്ററുകളിൽ ഈ സിനിമ വലിയ പരാജയമാണ് ഉണ്ടാക്കിയത്. പത്മരാജൻ്റെ ഫിലിം കരിയറിൽ തന്നെ ഏറ്റവും വലിയ പരാജയം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയാണ് ഞാൻ ഗന്ധർവൻ. ഇന്ന് അതിന് ഹിറ്റ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പോലും. എന്നാൽ ഗുഡ് നൈറ്റ് മോഹനും പത്മരാജനും വീണ്ടും ഈ നഷ്ടം മറികടക്കാൻ വേണ്ടി ഒരു സിനിമ കൂടി ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. മഹാറാണി ഹോട്ടലിൽ വെച്ചാണ് അവർ ആ ഡിസ്കഷൻ നടത്തുന്നു. രാത്രി 12 മണിയോളം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം കാണുന്നത് പത്മരാജൻ മരണപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ നായകനായ നിതീഷ് ഭരദ്വാജ് ഒരു ഡോക്ടറും കൂടിയായിരുന്നു, അദ്ദേഹവും ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയും ചെയ്തു പത്മരാജൻ മരണപ്പെട്ടു എന്നുള്ളത്. ഇത് വെറുതെ ഒന്ന് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല. കാരണം നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എടുത്തതിന് ശേഷം അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളും ഒക്കെ ആയിട്ട് രംഗത്തെത്തി വരുന്ന സമയത്തും കൂടിയാണ് അടുത്ത സിനിമയ്ക്കുള്ള പ്ലാനിങ് നടക്കുന്നത്. അതിനിടയിലാണ് പത്മരാജൻ്റെ മരണവും സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ മരണത്തിന് ശേഷം അവർ പോകും വഴി അവരുടെ കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പൂനെയിൽ വെച്ച് ഇതിലെ നായകനായ നിതീഷ് ഭരദ്വാജിന് അതേസമയം തന്നെ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഗന്ധർവശാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യവും കൂടി ഗുഡ് നൈറ്റ് മോഹൻ ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം. എന്നാൽ പോലും വിശ്വാസം തള്ളിക്കളയുന്നുമില്ല എന്നുള്ളത് ഗുഡ് നൈറ്റ് മോഹൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചരിത്രം മലയാള സിനിമയിലുണ്ട്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ വലിയ ഹിറ്റാകുമെന്ന് പ്രതീക്ഷ എടുത്തതുകൊണ്ടാണ് ഗന്ധർവശാപം കാരണമാണോ ആ സിനിമ തിയേറ്ററിൽ പോലും ഹിറ്റാവാത്തത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും, ഇതൊക്കെ കഥകളായിട്ട് മാത്രം ചിത്രീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സത്യം ഉണ്ടാകുമോ എന്നുള്ള സ്വാഭാവികമായ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ചോദ്യത്തിൽ തന്നെയാണ് കാന്താരയും എത്തി നിൽക്കുന്നത്. കാരണം തുടർച്ചയായ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം ഈ സിനിമയിലെ സെറ്റിലുണ്ടായിരുന്ന ഒരാൾ സൗപർണിക നദിയിൽ മുങ്ങി മരണപ്പെടുന്നു. പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന 2 മരണങ്ങൾ ഹൃദയാഘാതം മൂലം സംഭവിക്കുന്നതാണ്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന് കന്നഡയിൽ തന്നെ ഒരു ഹാസ്യതാരമാണ് മരണപ്പെടുന്നത്. അങ്ങനെ 3 മരണങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. അതിൽ 20ഓളം പേർക്ക് അപകടം സംഭവിക്കുന്നു. അവർക്ക് ആർക്കും സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിനകത്തൊരു അപകടം സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഋഷഭ് ഷെട്ടിയും സംഘവും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് മറിയുകയും ചെയ്യുന്നത്.